ഹലോ ഓൾ. നമുക്കെല്ലാം അറിയാം ഈ വളരെയേറെ വീണതായിട്ട് കാണാം. ഒരു ഹയർ ലെവലായ 26,250 എന്ന ലെവലിൽ നിന്നും ഇപ്പോഴത്തെ ലെവലിലേക്ക് ഒരു 10.5% ആണ് വീണിരിക്കുന്നത്. സോ ഇതിന് മെയിനായിട്ട് കാരണം എന്ന് പറയുന്നത് FII സെൽ ചെയ്യുന്നതും പിന്നെ സ്റ്റോക്കുകളിലുള്ള നല്ലൊരു ക്വാർട്ടർലി റിസൾട്ട് ഉണ്ടാവാത്തതുമാണ് കാരണമായിട്ട് പറയപ്പെടുന്നത്. നിങ്ങൾക്കിത് മണി കൺട്രോളിൻ്റെ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ FII DI ഡേറ്റ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നവംബർ മന്തിൽ 29,000 ആണ് അവർ സെൽ ചെയ്തിരിക്കുന്നത്. ബട്ട് DIAs 26,500 ബൈ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിഫ്റ്റി ഒരു 23,000 ലെവലിൽ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പം ലാസ്റ്റ് മന്ത് നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ സെയിൽ FIIs നടത്തിയിരുന്ന ഒരു മന്തായിരുന്നു. സോ 1,14,445 crores ആണ് FIIs വിറ്റത്. അതുപോലെ തന്നെ 1,07,254.68 crores ആണ് DIAs വാങ്ങിയത്. സോ DIAs വാങ്ങുന്നത് കൊണ്ട് തന്നെയാണ് സ്റ്റോക്കുകൾ അതേ ലെവലിൽ നിൽക്കുന്നതും വലിയൊരു വീഴ്ച കാണാത്തതും വലിയൊരു ക്രാഷ് കാണാത്തതും അത് കാരണമാണ്. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഡാറ്റ മനസ്സിലാവും. എപ്പോഴാണോ ഈ FII ഡേറ്റ ഒരു ഗ്രീനായി മാറുന്നതെന്ന് കാണുമ്പോൾ ഒരു ബുള്ളിഷ് നേച്ചർ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് കാണാം. സോ ഈ ഒരു വീഴ്ചയിലും കുറച്ച് നല്ല റിസൾട്ട്സ് തന്ന, അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസ് വെരി ഗുഡ് റിസൾട്ട് തന്ന ചില സ്റ്റോക്കുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. സോ ഫസ്റ്റ് വന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് നാറ്റ്കോ ഫാം ആണ്. നാറ്റ്കോ ഫാമ എന്ന് പറയുന്നത് ഒരു ഫാർമസി കമ്പനിയാണ്. സോ ഇതിൻ്റെ മെയിനായിട്ട് ഞാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടാണ്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ് 2021 തൊട്ട് ഇപ്പോൾ വരെ ഓൾമോസ്റ്റ് എല്ലാ ക്വാർട്ടറിലും ഇൻക്രീസ് ആവുന്നതായിട്ട് കാണാം. സെപ്റ്റംബർ 2023 ക്വാർട്ടറിൽ ചെറിയൊരു വീഴ്ച വന്നെങ്കിലും ഡിസംബറിലും പിന്നീട് വീണ്ടും ഒരു ഇൻക്രീസിങ് ആയിട്ടാണ് കാണുന്നത്. സോ ഈ ക്വാർട്ടറിലും ഇപ്പോൾ 23 സെപ്റ്റംബർ ക്വാർട്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ നന്നായിട്ടൊരു സെയിൽസ് ഉണ്ടായതായിട്ട് കാണാം. അതുപോലെ തന്നെ EPS ലെവലും 3.57 അങ്ങനെ ഒരു ലെവലിൽ നിന്നും 37.81 എന്ന ലെവലിലേക്ക് ഉയർന്നതായിട്ട് കാണാം. സോ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാവുന്ന സ്റ്റോക്കുകൾ എല്ലാം തന്നെ അവരുടെ മീഡിയൻ PEയിൽ നിന്നും താഴെയുള്ള സ്റ്റോക്കുകളാണ്. ഇവിടെ ചാർട്ടിൽ പോയാൽ PE റേഷ്യോ എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് PE റേഷ്യോ 5 ഇയർ ചാർട്ടിൽ എത്രയും ലോവിലാണ് കിടക്കുന്നത് എന്ന്. സോ ഇതൊരു ഫാർമസി സ്റ്റോക്കിൻ്റെ PE എന്ന് പറയുന്നത് 12.7 ആണ്. ആൻഡ് 3 ഇയർ PE വരുന്നതും അതിന് താഴെയാണ്, 1 ഇയർ PE വരുന്നതും അതിന് താഴെയാണ്. സോ ക്വാർട്ടർലി റിസൾട്ട്സ് ഇൻക്രീസ് ആവുന്നത് കൊണ്ട് തന്നെ ഒപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഹോൾഡിങ്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം FIIs ബൈ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. സെപ്റ്റംബറിൽ DIAs സെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നല്ലൊരു ക്വാണ്ടിറ്റി FIIസും പ്രൊമോട്ടേഴ്സും DIAസും കൂടി ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതൊരു നല്ലൊരു മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ചാർട്ട് എടുത്ത് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ കൂടുതലായിട്ട് ഒരു റെസിസ്റ്റൻസ് വന്നിരുന്ന ലെവൽ എന്ന് പറയുന്നത് 1344 മുതൽ 1376 ആ ഒരു ലെവലായിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇപ്പോൾ ഉള്ള ലെവൽ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ലെവലാണ്. ഇവിടുന്ന് ഒരു ബൈയിങ് സോൺ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏകദേശം ഒരു ഹൈ ലെവലായ 1638, അതായത് അറൗണ്ട് ഒരു 20% വരെ ഒരു ചാൻസസ് കാണാം. സോ ഒരു പക്ഷേ സ്റ്റോക്ക് വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ബൈയിങ് സോൺ ഇവിടെ 1187 വരെ നോക്കാവുന്നതാണ്. സോ അടുത്തതായി പരിചയപ്പെടുത്തുന്ന സ്റ്റോക്കാണ് KNR കൺസ്ട്രക്ഷൻസ്. ഇതൊരു റോഡ് കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ്. ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ എവറി ക്വാർട്ടറിലും ഇൻക്രീസ് ആവുന്നതായിട്ട് തന്നെ കാണാം. സോ എസ്പെഷ്യലി ലാസ്റ്റ് ഫ്യൂ ക്വാർട്ടേഴ്സിൽ ക്വാർട്ടർലി ബേസിസ് ആയിട്ടുള്ള റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻക്രീസ് ആയിട്ട് തന്നെ കാണാം. മേ ബി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ റിസൾട്ട്സ് ഡിക്രീസ് വേരിയേഷൻസ് ഉണ്ടായിരിക്കാം ബിക്കോസ് ഓഫ് ദ സീസണാലിറ്റി എഫക്റ്റ്. റോഡ് കൺസ്ട്രക്ഷൻ എല്ലാ സീസണിലും നടക്കണമെന്നില്ല. സോ അത് കാരണം തന്നെ സീസണാലിറ്റി എഫക്റ്റിൽ കാണാവുന്നതാണ്.
842 നിന്നും 962 നിന്ന് 1338 ആൻഡ് 1945 അങ്ങനെ ഇൻക്രീസ് ആയിട്ട് കാണാം. എവറി ക്വാർട്ടറിലും നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. സോ EPSും 15 എന്ന ഏറ്റവും ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും PE റേഷ്യോ വളരെയേറെ താഴെയാണ്. 3 ഇയർ ചാർട്ടായാലും 1 ഇയർ ചാർട്ടായാലും എല്ലാം തന്നെ വളരെ താഴെയാണ്. ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ FII സെൽ ചെയ്തിരിക്കുകയാണ്. DISും കുറച്ച് സെൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഭൂരിഭാഗവും പ്രൊമോട്ടേഴ്സ് FIS DIS തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി FIS സെൽ ചെയ്യുന്നതാണ് കാണുന്നത് ലാസ്റ്റ് 2 months ആയിട്ട്. സോ ഇവിടെ സെല്ലിംഗ് എന്തായാലും വരും. ബട്ട് FIS തിരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളിൽ ഒന്നാണ് ഇതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒരു ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ. ബട്ട് ഇതൊരു അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു 7 to 8% വരെ ഒരു മൂവ്മെൻറ്റ് കണ്ടതായിട്ട് കാണപ്പെടുന്നുണ്ട് ഇവിടെ. ബട്ട് ഒരു ചെറിയ മൂവ്മെൻ്റ് ആണ്. ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ വരികയാണെങ്കിൽ തന്നെയാണ് ഒരു പക്ഷേ ഇതിന് മേലെ 330 340 ആ ലെവലിലേക്ക് എത്തി ഒരു ക്രോസിംഗ് നടത്തുകയാണെങ്കിൽ മാത്രം ബൈനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ താഴെ വരികയാണെങ്കിൽ ഒരു 240 ലെവലിൽ നിന്നും ഒരു ബൈയിങ് അല്ലെങ്കിൽ 250 ആ ലെവലിൽ നിന്നൊരു ബൈയിങ് എടുക്കാനും നല്ലൊരു ഓപ്ഷനാണ്. സോ അടുത്തതായിട്ട് നോക്കുന്നത് ഒരു IT കമ്പനിയാണ് KPIT. സോ ഇതിൻ്റെ ഒരു ക്വാർട്ടർലി റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഹൈ ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത്. 1471 എന്ന ഹയസ്റ്റ് സെയിൽസ് ഉള്ള ടൈമാണ്. ഒപ്പം തന്നെ ഹയസ്റ്റ് എന്ന് പറയാവുന്ന ഒരു EPS തന്നെയാണ് ഇതിനും. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് FIS സെൽ ചെയ്തിട്ടുണ്ട്, DIS ബൈ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് പ്രൊമോട്ടേഴ്സും FIIയും DISും കൂടിയായിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. ചാർട്ട് എടുക്കുകയാണെങ്കിൽ PE റേഷ്യോ ഇപ്പോൾ മീഡിയന് താഴെ വന്നിട്ടുണ്ട്. PE എന്ന് പറയുന്നത് 56 ആണ്. ബട്ട് ഇതിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് തോന്നുന്നത്. സോ ഇത് നല്ലൊരു ലെവലിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ROC എന്ന് പറയുന്നത് 38.4 ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പനിയുടെ ഗ്രോത്ത് ഏകദേശം നിങ്ങൾക്ക് ഇത് പിടികിട്ടും. ഇവിടെ നോക്കുകയാണെങ്കിൽ 28% ആണ് കമ്പൗണ്ടഡ് സെയിൽസ്. പ്രോഫിറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 50% ആണ് TTMൽ വരുന്നത്. ഇതിൻ്റെ ഒരു ലെവൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ നല്ലോണം താഴെ വന്നിട്ട് ഒരു സപ്പോർട്ട് ലെവലിലേക്ക് എത്തിയിട്ടാണ് കാണാം. ഇപ്പോൾ കുറേ തവണ ഒരു 1333 എന്ന ആ ലെവൽ ടച്ച് ചെയ്ത് കാണാം ഇവിടെ. സോ അതേ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു സപ്പോർട്ട് സോൺ ആയിട്ടാണ് കാണുന്നത്. ഇതിന് താഴെ പോവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. സോ ഇവിടുന്ന് ഒരു ബൈയിങ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടുന്ന് ഓൾമോസ്റ്റ് 43% വരെ ചാൻസസ് ഉണ്ട്. സോ അതാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു പൊട്ടൻഷ്യൽ. അടുത്തതായിട്ട് നമുക്ക് നോക്കാവുന്നത് ഇൻഡസ് ടവർ ആണ്. ഒരു ടവർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. സോ ഇതിൻ്റെ ഒരു ക്വാർട്ടർലി റിസൾട്ടും നിങ്ങൾക്ക് കാണുന്നതാണ്. ഇൻക്രീസിങ് ആയിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് ഹയസ്റ്റ് EPSും ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ബൈയിങ് ആണ് നടന്നിരിക്കുന്നത് FIIയിലും DIയിലും. ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ PE റേഷ്യോ വെൽ ബിലോ ദി മീഡിയൻ 13.9 എന്ന് മാത്രമാണ് PE ഉള്ളത്. സോ ഇതൊരു ടവർ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഹൈ ഗ്രോത്ത് പ്രതീക്ഷിക്കാം ബേസ്ഡ് ഓൺ റിക്വയർമെൻറ്റ്. ഓൾറെഡി ഉള്ള ടവർസിൻ്റെ മെയിൻ്റെനൻസ് വർക്കൊക്കെ ആണെങ്കിൽ അപ്പോഴുള്ള ROC ഒക്കെ ചിലപ്പോൾ താഴേക്ക് പോവാം. ഇതിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് ഇൻഡസ് ടവർ ഇത് ഓൾമോസ്റ്റ് അതേ ലെവലിലാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കൊരു 319 എന്ന ലെവൽ പലതവണ ടച്ച് ആയതായിട്ട് കാണാം. ഞാൻ ഇവിടെ വരച്ചിട്ടില്ല, ബട്ട് ആ ലെവൽ ടച്ച് ചെയ്തിട്ട് കാണാം. സോ അവിടുന്ന് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ളത് ഓൾമോസ്റ്റ് ഒരു 50% വരെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണാവുന്നതാണ് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്ന ഒരു
സ്റ്റോക്കാണത്. അടുത്തതായിട്ട് ഫോഴ്സ് മോട്ടോഴ്സ്. ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പോൾ മാർച്ച് 24 അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിൽ പോലും ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോൾ ഇൻക്രീസ് ആയിട്ട് തന്നെ കാണാം. ഒപ്പം തന്നെ വളരെ വലിയൊരു EPSും കാണാം. സോ ഇതിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ പി റേഷ്യോ പറയുന്നത് വെൽ ബിലോ ദി മീഡിയൻ 3 ഇയർ 5 ഇയർ ആൻഡ് 1 ഇയർ എല്ലാം വെൽ ബിലോ ആണ്. ഇൻവെസ്റ്റേഴ്സും നോക്കുകയാണെങ്കിൽ ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സാണ് കൂടുതലും ഇതിൽ ഉള്ളത്. സോ ഇതിൻ്റെ ഒരു ലെവൽസ് നോക്കുകയാണെങ്കിൽ പലതവണ ഇത് 10-20% ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് കയറിയതായിട്ട് നമുക്ക് കാണാം, പിന്നീട് താഴെ വീഴുന്നതായിട്ട് കാണാം. സോ ഓട്ടോ ഇൻഡെക്സ് താഴേക്കാണ് പോകുന്നതെങ്കിലും ഇതൊരു നല്ലൊരു പ്രോഫിറ്റബിൾ കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് 50% വരെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ളൊരു കമ്പനിയാണ് ബേസ്ഡ് ഓൺ സെയിൽസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ. ഓട്ടോ കമ്പനികളുടെ സെയിൽസ് കുറച്ച് ഡള്ളായി ഇരിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ വലിയൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ടെങ്കിലും നല്ലൊരു മേ ബി ഒരു 20% എങ്കിലും മൂവ്മെൻറ്റ് വരുന്നു പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അടുത്തതായിട്ട് നോക്കാവുന്നത് പിഡിലൈറ്റ് എന്ന കമ്പനിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഫെവിക്കോൾ അതിൻ്റെ കമ്പനി. സോ ഇതിൽ ക്വാർട്ടർലി റിസൾട്ട്സ് നന്നായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. 383 ലാസ്റ്റ് ഇയർ. സോ ഈ ക്വാർട്ടറിൽ 3235 3076 എന്ന ലാസ്റ്റ് ക്വാർട്ടർ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ആൻഡ് EPSും നന്നായിട്ട് വന്നിട്ടുണ്ട്. 8.85ക്ക് പകരം 10.51. ഇൻവെസ്റ്റേഴ്സ് ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ് ഇവിടെയുള്ളത്. ചാർട്ട് നോക്കുകയാണെങ്കിൽ പി റേഷ്യോ കുറച്ച് ഹൈ തന്നെയാണ്, 90 എന്ന ലെവലിലാണ്. ബട്ട് അതിപ്പോൾ വളരെയേറെ താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു 78.3യിൽ എത്തിയിരിക്കുകയാണ്. 3 ഇയർ പിയും 1 ഇയർ പിയും എല്ലാം ബിലോ ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ലെവൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഈ ഫിബൊനാച്ചി ഒന്ന് ഡിലീറ്റ് ചെയ്യാം. സോ ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണിന് താഴെ എത്തിയിട്ട് വീണ്ടും ഒരു ബൈയിങ് വന്നതായിട്ട് ഇവിടെ കാണാം. ഒരു 3000 ലെവൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ബൈയിങ് സോണായിട്ട് വരുന്നത്. ഇതിന്ന് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കിട്ടുകയാണെങ്കിൽ ഒരു ബ്ലൂ ചിപ്പ് സ്റ്റോക്കാണ് നിങ്ങൾക്ക് നല്ലൊരു മൂവ്മെൻറ്റ് തരാൻ പോകുന്നത്. സോ തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ഇന്ത്യ എന്ന കമ്പനിയാണ്. ആപ്പിൾ ഇന്ത്യ ക്വാർട്ടർലി റിസൾട്ട്സ് ഇൻക്രീസിങ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം. സെയിൽസ് പ്രോഫിറ്റും ഓൾ ടൈം ഹൈ 6.56ൽ നിൽക്കിയിരിക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സ് ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സാണ് ഹയസ്റ്റ് ആയിട്ട് കാണുന്നത്. പബ്ലിക്കിൻ്റെ കയ്യിൽ 13.7% മാത്രമേ ഉള്ളൂ. ആൻഡ് ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പി റേഷ്യോ ഓൾമോസ്റ്റ് മീൻ ഓർ മീഡിയൻ പിയുടെ അടുത്തുണ്ട്, 66 എന്ന ലെവലിലാണ്. സോ 3 ഇയർ പി കുറച്ച് മേലെയാണ്. സോ ഇതും 1 ഇയർ പിയും കുറച്ചൊരു എക്സ്പെൻസീവായിട്ട് തോന്നാം. ബട്ട് ഇതിൻ്റെ ഒരു ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്നൊരു നല്ല മൂവ്മെൻറ്റ് വന്ന കാരണം ആ ലെവൽസിൽ നിന്ന് കയറിയിരിക്കുകയാണ്. 1500 എന്ന ലെവലാണ്, 515 എന്ന ലെവലാണ് നല്ലൊരു സപ്പോർട്ട് സോൺ. സോ ആ സപ്പോർട്ട് സോണിൽ നിന്ന് തന്നെ ഈ സ്റ്റോക്ക് മേലേക്ക് കയറിയിട്ടായിട്ട് കാണാം. സോ ഇതാണ് ഞാൻ ഡിസ്കസ് ചെയ്ത ചില കമ്പനികൾ നല്ല റിസൾട്ട് തന്നത്. അപ്പോൾ ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊരു റിസർച്ച് പർപ്പസിനായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഇതൊരിക്കലും ഒരു സജഷനോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനായിട്ടോ കൺസിഡർ ചെയ്യരുത്. ഞാനൊരു രജിസ്റ്റേർഡ് രജിസ്റ്റേർഡ് RA ഒന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ ഇതൊരു സജഷനോ റെക്കമെൻഡേഷനോ ആയിട്ട് എടുക്കാതെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. സോ താങ്ക് യു.